ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അയല മുളകിട്ടത് ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കാം. ഇത് ചോറിൻ്റെയും പൊറോട്ടയുടെയും കൂടെ നല്ല പെർഫെക്റ്റ് കോമ്പിനേഷനാണ്. ഫിഷ് കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1/2 കിലോ അയലയാണ് എടുത്തത്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകിയെടുത്ത മീനാണിത്. അടുത്തത് കറിയിലേക്ക് ആവശ്യമായ പുളിക്ക് വേണ്ടി 3 പീസ് കുടംപുളി കുറച്ച് വെള്ളത്തിലിട്ട് 15 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടി മൺചട്ടി ചൂടാക്കിയെടുക്കാം. ചട്ടി ചൂടായിട്ട് വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളക് കട്ട് ചെയ്ത് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ചേർക്കേണ്ടത് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്ത ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചിയാണ്. ഇനി ഇത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി ചെറുതായിട്ട് വഴറ്റി വരുമ്പോൾ ഇതിലേക്ക് 8-9 വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഇതിലേക്ക് ചേർക്കേണ്ടത് ചെറുതായി കട്ട് ചെയ്ത 15 ചെറിയുള്ളിയാണ്. ഉള്ളിയുടെ നിറം ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ചെറിയുള്ളി ചേർക്കുന്നതാണ് ഈ കറിയുടെ മെയിൻ ടേസ്റ്റ്. ചെറിയുള്ളി വഴന്ന് വരുമ്പോൾ ഒരു തണ്ട് കറിവേപ്പില ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു മീഡിയം സൈസിലുള്ള വലിയുള്ളി കട്ട് ചെയ്തത് ചേർത്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് വലിയുള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടി ചെറിയൊരു തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 പച്ചമുളകാണ് ചേർക്കുന്നത്. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയുടെയും പച്ചമുളകിൻ്റെയും അളവിന് വ്യത്യാസം വരുത്താം. തക്കാളി പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടി ചട്ടി മൂടി കൊണ്ട് അടച്ച് വെക്കാം. അപ്പോൾ തക്കാളി നന്നായിട്ട് വഴന്നിട്ടുണ്ട്. തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലോട്ട് ആദ്യം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത് കറിക്ക് കൂടുതൽ നിറം കിട്ടാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ സാധാ മുളക് പൊടി ചേർക്കാം. മുളക് പൊടി ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി 1/4 ടീസ്പൂൺ ഉലുവ പൊടിയും ചേർക്കുക. ഇനി നമുക്ക് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ പൊടികളുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന കുടംപുളി വെള്ളത്തോടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 1 കപ്പ് മുതൽ 2.5 കപ്പ് വെള്ളം മാത്രം ചേർത്താൽ മതി. അല്ലെങ്കിൽ കറി കൂടുതൽ വെള്ളം പോലെ ആയിരിക്കും. വെള്ളം ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഈ കറി നന്നായിട്ട് തിളച്ചിട്ട് വരണം. എന്നിട്ട് വേണം മീനിട്ട് കൊടുക്കാൻ. അപ്പോൾ കറി തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഈ സമയം കറിയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറി പെട്ടെന്ന് തിളച്ച് കിട്ടാൻ വേണ്ടി മൂടി കൊണ്ട് അടച്ചു വെക്കാം. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീനിട്ട് കൊടുക്കാം. ഇപ്പോൾ മീനൊക്കെ ഇട്ട് കൊടുത്ത് ഇനിയൊരു തവി വെച്ചിട്ട് കറി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം കറി ഒന്ന് തിളച്ചിട്ട് ഒരു മൂടി കൊണ്ട് അടച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 5-10 മിനിറ്റ് മീൻ നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇനി ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ചട്ടി ഒന്ന് ചുറ്റിച്ചെടുക്കണം. മീനിൻ്റെ വേവ് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ വേണം ചുറ്റിച്ചെടുക്കാൻ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. തവിയോ സ്പൂണോ വെച്ചിട്ട് ഇളക്കരുത്. മീൻ ഉടഞ്ഞു പോകും. അപ്പോൾ മീൻ വെന്ത് വരാനുള്ള സമയമായിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി തുറന്ന് നോക്കാം. മീനൊക്കെ നന്നായി വെന്ത് കറിയൊക്കെ കുറുകി വന്നിട്ടുണ്ട്.
ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കറിയിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുക. കൂടാതെ ഒരു നുള്ള് ഉലുവാപ്പൊടിയും ചേർത്തിട്ട് ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഇപ്പോൾ കറിയുടെ എരിവും പുളിയും ഉപ്പും എല്ലാം പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. ഇനി ചട്ടി ഒന്ന് ചുറ്റിച്ചതിന് ശേഷം 15 മിനിറ്റ് ചട്ടി ഒന്ന് മൂടി വെക്കുക. ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറിക്ക് നല്ല കളറും കൂടാതെ നല്ല തിക്ക് ഗ്രേവിയും ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.